സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വെല്ലുവിളികളുയർത്തി ഒളിവിലായിരുന്ന വിവാദ നായകൻ അർജുൻ ആയങ്കിയെ പോലീസ് അതിസാഹസികമായി വലയിലാക്കിയത് കണ്ണൂർ നഗരത്തിലെ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന്. ശനിയാഴ്ച അർദ്ധരാത്രി സമാനതകളില്ലാത്ത പോലീസ് ആക്ഷനാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. ഫ്ളാറ്റിന് ചുറ്റും റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും വലകണ്ണികൾ മുറുക്കിയത് അറിയാതെ ഒളിവിലിരുന്ന് ആയങ്കി. അവസാന നിമിഷം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. സൈബർ ഇടത്തിൽ പോലീസിനെതിരെയുള്ള ആയങ്കിയുടെ പോസ്റ്റിടലും പോർവിളിയും ഞായറാഴ്ചയിലേക്ക് നീണ്ടുപോകാതെ ശനിയാഴ്ച രാത്രി തന്നെ തടയണമെന്ന DIG കാർത്തികേയന്റെ ഉറച്ച നിലപാടാണ് കൃത്യതയാർന്ന ഓപ്പറേഷന് വഴി തുറന്നത്. ആയങ്കി പുതിയ പോസ്റ്റുകളുമായി പോലീസിനെയും ക്രമസമാധാന പാലനത്തെയും വീണ്ടും പരിഹസിക്കുന്നത് നാണക്കേടാണെന്ന് വിലയിരുത്തിയ DIG ഞായറാഴ്ച വെളുക്കു മുമ്പ് പ്രതി കൈക്കുള്ളിലാകണമെന്ന് സ്ക്വാഡിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള DGP വിജയൻ എല്ലാം ഏകോപിപ്പിച്ച് കേസിലെ നിർണായക വഴിത്തിരിവ് ലഭിച്ചതിന് പിന്നാലെ അർദ്ധരാത്രിയോടെയാണ് DIGയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സംഘം ലേഡി അഡ്വക്കേറ്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. തികച്ചും പഴുതടച്ച നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഫ്ളാറ്റിന്റെ എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളും രഹസ്യമായി ഉപരോധിച്ച ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കടന്നത്. അതുവരെ എല്ലാ ഓപ്പറേഷനും അതീവ രഹസ്യമായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും നിർദ്ദേശം പോയിരുന്നു. അല്ലാതെ ആരും അറിഞ്ഞില്ല. പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഫ്ളാറ്റിന്റെ പിന്നിലെ വഴിയിലൂടെയോ മറ്റ് താവളങ്ങളിലേക്കോ ഇറങ്ങിയോടി രക്ഷപ്പെടാൻ അർജുൻ ആയങ്കി ആവതും ശ്രമിച്ചു. എന്നാൽ ഫ്ളാറ്റിന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സ്ക്വാഡിലെ പോലീസുകാർ ഇയാളെ നിമിഷങ്ങൾക്കകം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പോലീസിന്റെ പെട്ടെന്നുള്ള മിന്നൽ പ്രതികരണത്തിൽ ആയങ്കിയുടെ എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും നിഷ്പ്രഭമായി. പോലീസിൽ നിന്നും ആയങ്കിക്ക് രഹസ്യം ചോർന്ന് കിട്ടാതിരിക്കാൻ പ്രത്യേക കരുതലെടുത്തിരുന്നു. ഒരു പ്രമുഖ വനിതാ അഭിഭാഷകന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഒളിത്താവളമായി തിരഞ്ഞെടുത്തതിലൂടെ പോലീസിന്റെ പരിശോധനയും സംശയങ്ങളും ഒഴിവാക്കാമെന്നായിരുന്നു ആയങ്കിയുടെ കണക്കുകൂട്ടൽ. വിവരങ്ങൾ ശേഖരിച്ച റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും ഫ്ളാറ്റിലേക്ക് ഇരച്ചു കയറാൻ യാതൊരു മടിയും കാണിച്ചില്ല. അഭിഭാഷകയ്ക്ക് ഇയാളുമായുള്ള ബന്ധവും ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയ പശ്ചാത്തലവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തുടർച്ചയായ വിജയകരമായ ഓപ്പറേഷനുകളിലൂടെ വീണ്ടും തങ്ങളുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ പോലീസ് സ്ക്വാഡ്. ഹൈടെക് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടവർ ലൊക്കേഷനുകളും VPN IPകളും മാറ്റി പോലീസിനെ കണ്ണുരുട്ടിയിരുന്ന ഒരു കുറ്റവാളിയെ കൃത്യമായ ഗ്രൗണ്ട് ഇന്റലിജൻസിലൂടെ വീഴ്ത്താൻ സ്ക്വാഡിന് സാധിച്ചു എന്നത് സേനയ്ക്ക് വലിയ നേട്ടമായി. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് പോസ്റ്റുകൾ ഇടുന്നത് ആയങ്കിയുടെ പതിവായിരുന്നു. ഞായറാഴ്ചയും സമാനമായ രീതിയിൽ പോലീസിനെ പരിഹസിക്കുന്ന കുറിപ്പുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്കാണ് അർദ്ധരാത്രിയിലെ പോലീസിന്റെ മാസ്റ്റർ സ്ട്രോക്ക് എത്തിയത്. അർദ്ധരാത്രിയിൽ മിന്നൽ നടപടിയോടെ ആയങ്കിയുടെ പോസ്റ്റുകൾക്ക് ശാശ്വതമായി പൂട്ടിടാൻ DIG കാർത്തികേയന്റെ ജാഗ്രതയ്ക്കായി അറസ്റ്റിന് തൊട്ടു മുൻപ് താൻ സുരക്ഷിത താവളത്തിലാണെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പ്രതി. എന്നാൽ പോലീസിന്റെ കൃത്യമായ ആസൂത്രണം ആയങ്കിയുടെ സർവ്വ കണക്കൂട്ടലുകളും തെറ്റിച്ചു. DIG കാർത്തികേയൻ നേരിട്ടുള്ള മേൽനോട്ടവും കണ്ണൂർ സ്ക്വാഡിന്റെ സമയോചിത ഇടപെടലും മാസങ്ങളായി തുടർന്ന വടംവലിക്ക് അന്ത്യം കുറിച്ചത്. വനിതാ അഭിഭാഷകന്റെ ഫ്ളാറ്റിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ആയങ്കിയെ ചോദ്യം ചെയ്യാനായി സുരക്ഷയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾക്ക് നിയമസഹായം എന്ന വ്യാജേന ഒളിത്താവളമൊരുക്കാൻ അഭിഭാഷക സഹായിച്ചിട്ടുണ്ടോ, കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ പോലീസ് കൂടുതൽ വ്യക്തത വരുത്തും. കണ്ണൂരിലെ അർദ്ധരാത്രി ഓപ്പറേഷനിലൂടെ പിടിയിലായ അർജുൻ ആയങ്കിക്കെതിരെ ആലുവ റൂറൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ആലുവ പോലീസിന് കൈമാറാനുള്ള നടപടികൾ വേഗത്തിലാക്കി. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാസങ്ങളായി കേരള പോലീസിനെയും ക്രമസമാധാന സംവിധാനത്തെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞ വിവാദ നായകൻ അർജുൻ ആയങ്കി ഒടുവിൽ പിടിയിലായി.